ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗത്തുള്ള കെമിസ്ട്രിയിലെ 3ാമത്തെയും 4ാമത്തെയും ലെസനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 3ാമത്തെ ലെസനാണ് റീഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും. റീഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും. അതിലാദ്യം നമ്മൾ നോക്കുന്നത് അൻറ്റോയിൽ ലാവോസിയെ കുറിച്ചാണ്. ലാവോസിയുടെ കണ്ടുപിടുത്തങ്ങളും പ്രത്യേകതകളുമാണ് ഇവിടെ നോക്കുന്നത്. 1743 മുതൽ 1794 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയ വ്യക്തിയാണ് ലാവോസിയ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയത് ലാവോസിയാണ്. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് ലാവോസിയാണ്. ശ്വസന പ്രക്രിയയിലെ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ലാവോസിയ. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളിലെ ഓക്സിജൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതും ലാവോസിയാണ്. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളിലെ ഓക്സിജൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ വ്യക്തിയാണ് ലാവോസിയ. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയത് ലാവോസിയാണ്. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ വ്യക്തിയാണ് ലാവോസിയ. മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ചത് ലാവോസിയാണ്. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതാണ് മാസ് സംരക്ഷണ നിയമം. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതാണ് മാസ് സംരക്ഷണ നിയമം. മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്ന വ്യക്തിയാണ് ആൻറ്റോയിൽ ലാവോസിയെ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമായി മാറുന്ന സമയത്ത് അതിലെ മാസ് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഹൈഡ്രജൻ്റെ മാസ് 2ഉം ഓക്സിജൻ്റെ മാസ് 16ഉമാണ്. H2O ആയി മാറുന്ന സമയത്ത് ഈ 16ഉം 2ഉം കൂടെ 18 ഗ്രാം ആയിട്ടാണ് മാസ് വരുന്നത്. രണ്ട് ഭാഗത്തും മാസിൽ വ്യത്യാസം വരുന്നില്ല. ഒരു രാസസമവാക്യത്തിലെ അഭികാരക ഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെയും ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമാക്കി എഴുതുന്നതാണ് രാസസമീകരണമെന്ന് പറയുന്നത്. അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തും ഒരേ എണ്ണം ആറ്റങ്ങളാവുന്ന രീതിയിൽ മാറ്റി എഴുതുന്നതാണ് രാസസമീകരണം. രാസപ്രവർത്തന സമയത്ത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണമെന്ന് പറയുന്നത്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. അപ്പം നെഗറ്റീവ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നിരോക്സീകരണവും നെഗറ്റീവ് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഓക്സീകരണവുമാണ് എന്ന് കണക്ട് ചെയ്യുക. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റമാണ് നിരോക്സീകാരി. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സീകാരിയാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സീകാരിയും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സീകാരിയുമാണ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. മൂലകാവസ്ഥയിലെ ഓക്സിഡേഷൻ നമ്പർ 0 ഒരു തന്മാത്രയിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സീകരണ അവസ്ഥകളുടെ ആകെ തുക 0. ഒരു തന്മാത്രയിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സീകരണ അവസ്ഥകളുടെ ആകെ തുക 0. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നതിനെയാണ് റിഡോക്സ് പ്രവർത്തനമെന്ന് പറയുന്നത്. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നതിനെയാണ് റിഡോക്സ് പ്രവർത്തനമെന്ന് പറയുന്നത്. ഒരു റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണവും നിരോക്സീകാരിക്ക് ഓക്സീകരണവുമാണ് സംഭവിക്കുന്നത്. ഒരു റിഡോക്സ് പ്രവർത്തനത്തിലെ ഓക്സീകാരിക്ക് നിരോക്സീകരണവും നിരോക്സീകാരിക്ക് ഓക്സീകരണവുമാണ് സംഭവിക്കുന്നത്. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അഭികാരകങ്ങളുടെ സ്വഭാവം, അഭികാരകങ്ങളുടെ ഗാഢത, ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ്, താപനില, ഉൽപ്രേരകം തുടങ്ങിയവ. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അഭികാരകങ്ങളുടെ സ്വഭാവം, അഭികാരകങ്ങളുടെ ഗാഢത, ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ്, താപനില, ഉൽപ്രേരകം എന്നിവ. അഭികാരകങ്ങളുടെ ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തന വേഗവും കൂടും. അഭികാരകങ്ങളുടെ ഗാഢത കൂടുന്ന സമയത്ത് രാസപ്രവർത്തന വേഗവും കൂടുതലായിരിക്കും.
രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടണം. ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കാൻ തന്മാത്രകളുടെ എണ്ണം കൂടുതലും ഊർജം കൂടുതലുമാകണം. ഇതാണ് കൊളീഷൻ തിയറി പറയുന്നത്. കൊളീഷൻ തിയറിയിൽ പറയുന്നത് രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരക കണികകൾ എന്ത് ചെയ്യണം? പരസ്പരം കൂട്ടിമുട്ടണം. ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കാനായിട്ട് തന്മാത്രകളുടെ എണ്ണം കൂടുതലും ഊർജം കൂടുതലുമാകണം. ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് കൂടുന്ന സമയത്ത് രാസപ്രവർത്തന വേഗം കൂടും. ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് കൂടിക്കഴിഞ്ഞാൽ രാസപ്രവർത്തന വേഗത കൂടും. താപനില കൂടിയാലും രാസപ്രവർത്തന വേഗം കൂടും. താപനില കൂടുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടുന്നു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ പൈറോക്സൈഡ്. സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തമാണ് H2O2, ഹൈഡ്രജൻ പൈറോക്സൈഡ്. സാധാരണ രാസപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പൈറോക്സൈഡിൻ്റെ ജലീയ ലായനിയാണ്. സാധാരണ രാസപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പൈറോക്സൈഡിൻ്റെ ജലീയ ലായനിയാണ്. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ വേഗം വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങളാണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ. രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങളാണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. അതിനുദാഹരണം മാംഗനീസ് ഡയോക്സൈഡ് ആണ്. പോസിറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ് മാംഗനീസ് ഡയോക്സൈഡ്. ഹൈഡ്രജൻ പൈറോക്സൈഡ് സ്വയം വിഘടിച്ച് ജലവും ഓക്സിജനുമാണ് ഉണ്ടാവുന്നത്. ഈ വിഘടനം കുറയ്ക്കാനായിട്ട് ഫോസ്ഫോറിക് ആസിഡാണ് ചേർക്കുന്നത്. ഹൈഡ്രജൻ പൈറോക്സൈഡ് സ്വയം വിഘടിക്കുന്നത് കുറയ്ക്കാനായി ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. രാസപ്രവർത്തനത്തിൽ വിഘടന വേഗത കുറയ്ക്കുന്നതിനെയാണ് നെഗറ്റീവ് ഉൽപ്രേരകം എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ വിഘടന വേഗത കുറയ്ക്കുന്നതിനെയാണ് നെഗറ്റീവ് ഉൽപ്രേരകം എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഇരുമ്പ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പാണ്. ബയോ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത് എൻസൈമുകളാണ്. ബയോ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത് എൻസൈമുകളാണ്. ജീവശാസ്ത്രപരമായ ഉൽപ്രേരകങ്ങളാണ് എൻസൈമുകൾ. ജീവശാസ്ത്രപരമായ ഉൽപ്രേരകങ്ങളാണ് എൻസൈമുകൾ. അന്നജവും ജലവും ചേരുന്ന സമയത്ത് ഉൽപ്രേരകമായിട്ട് പ്രവർത്തിക്കുന്നത് അമിലേസ് ആണ്. ഉമിനീരിൽ കാണപ്പെടുന്ന അമിലേസ് ആണ് മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. അമിലേസ് ബയോ കാറ്റലിസ്റ്റ് ആണ്. നാലാമത്തെ ലെസനാണ് പീരിയോഡിക് ടേബിൾ. മൂലകങ്ങൾ സംയോജിച്ചാണ് പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നത്. ഇതുവരെ 120ഓളം മൂലകങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ 90 എണ്ണമാണ്. ബാക്കിയുള്ളത് കൃത്രിമമായി നിർമ്മിച്ചതാണ്. 120ഓളം മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 90 എണ്ണമാണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. ബാക്കിയുള്ളവ കൃത്രിമമായി നിർമ്മിച്ചതാണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന വ്യക്തി ഹെൻറി മോസ്ലിയാണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് ഹെൻറി മോസ്ലിയാണ്. ആറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് പീരിയോഡിക് ടേബിൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് ഹെൻറി മോസ്ലി പീരിയോഡിക് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. മൂലകങ്ങളുടെ വർഗീകരണ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയ ആണ്. ലാവോസിയ 1789 നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്ന അതേ വർഷമാണ്. 1789 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമായിട്ട് വർഗീകരിച്ചു. 30 ലോഹങ്ങളെയാണ് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ലാവോസിയ വർഗീകരിച്ചത്. മൂലകങ്ങളെ ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങളായി വർഗീകരിച്ചത് ഡോബറൈനർ ആണ്. ഡോബറൈനർ സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സിൻ്റെ വർഗീകരണം നടത്തിയിട്ടുള്ളത് ഡോബറൈനർ ആണ്. 1866 ന്യൂലാൻഡ്സ് 56 മൂലകങ്ങളെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്ത് വർഗീകരിച്ചത്. ഇതിനെയാണ് അഷ്ടക നിയമം എന്ന് പറയുന്നത്. അഷ്ടക നിയമം കൊണ്ടുവന്ന വ്യക്തിയാണ്
വ്യക്തിയാണ് ന്യൂലാൻഡ്സ്. 1866 അദ്ദേഹം 56 മൂലകങ്ങളെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് വർഗീകരിച്ചത്. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയ വ്യക്തി റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മെൻഡലിയേഫ് ആണ്. 63 മൂലകങ്ങളെയാണ് ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വർഗീകരിച്ചത്. മെൻഡലിയേഫ് 63 മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്. പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയേഫ് ആണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് പീരിയോഡിക് നിയമത്തിൽ പറയുന്നത്. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമത്തിൽ പറയുന്നത് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ്. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നവയാണ് ഗ്രൂപ്പുകൾ. പീരിയോഡിക് ടേബിളിലെ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. വിലങ്ങനെയുള്ള കോളങ്ങളാണ് പീരിയഡുകൾ. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള കോളങ്ങളാണ് പീരിയഡുകൾ. ആധുനിക പീരിയോഡിക് നിയമം കൊണ്ടുവന്നത് മോസ്ലിയാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം കൊണ്ടുവന്നത്. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം നടത്തിയതും മോസ്ലിയാണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം നടത്തിയ വ്യക്തി മോസ്ലിയാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് നിയമത്തിൽ പറയുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് ഹെൻറി മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. രണ്ടാം ഗ്രൂപ്പിൽ വരുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമശെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനമായി വരുന്നത് അവയുടെ ബാഹ്യതമശെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമശെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായിട്ട് ആ മൂലകങ്ങളുടെ ബാഹ്യതമശെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയാൽ മതി. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ ബാഹ്യതമശെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിയാലാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ ബാഹ്യതമശെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പിരീഡ് നമ്പറും തുല്യമാണ്. ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പിരീഡ് നമ്പറും തുല്യമായിരിക്കും. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങളാണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങളും രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് സംക്രമണ മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 13ാം ഗ്രൂപ്പ് മൂലകമാണ് ബോറോൺ കുടുംബം. 13ാം ഗ്രൂപ്പാണ് ബോറോൺ കുടുംബം. 14ാം ഗ്രൂപ്പാണ് കാർബൺ കുടുംബം. 14ാം ഗ്രൂപ്പിൽ പെടുന്നത് കാർബൺ കുടുംബമാണ്. 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് നൈട്രജൻ കുടുംബമാണ്. 15ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബമാണ്. 16ാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം. 16ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ഓക്സിജൻ കുടുംബമാണ്. 17ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ഹാലോജനുകളാണ്. ഹാലോജനുകൾ 17ാമത്തെ ഗ്രൂപ്പിലാണ് ഹാലോജനുകൾ. 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങളാണ്. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലി ലോഹങ്ങൾ. ഹൈഡ്രജൻ ആൽക്കലി ലോഹങ്ങളിലാണ് വരുന്നതെങ്കിലും ഹൈഡ്രജൻ ഒരു അലോഹമാണ്. ദ്വയാറ്റോമിക തന്മാത്രയാണ് ഹൈഡ്രജൻ ഉള്ളത്. വാതക അവസ്ഥയിലാണ് ഹൈഡ്രജൻ കാണപ്പെടുന്നത്. അലോഹമാണ്, ദ്വയാറ്റോമികമാണ്, വാതക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ആൽക്കലി ലോഹങ്ങളുടെ പ്രത്യേകത ഏക ആറ്റോമികമാണ്, ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ആൽക്കലി ലോഹങ്ങളുടെ പ്രത്യേകത ഏക ആറ്റോമികവും ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാം ഗ്രൂപ്പിലെയും രണ്ടാം ഗ്രൂപ്പിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 1, 2, 13 മുതൽ 18 വരെയുള്ളവയാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ബാഹ്യതമശെല്ലിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോണുകളാണ് അടങ്ങിയിരിക്കുക.
ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഏക അറ്റോമിക തന്മാത്രകളാണ് 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഉത്കൃഷ്ടവാതകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഉത്കൃഷ്ടവാതകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8ആണ്. അതുകൊണ്ട് ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അപ്പോൾ സാധാരണ മറ്റുള്ളവയുമായി സംയോജിക്കാത്തതുകൊണ്ട് ഉത്കൃഷ്ടവാതകങ്ങളെ അലസവാതകങ്ങൾ എന്നും അറിയപ്പെടാറുണ്ട്. അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്നറിയപ്പെടുന്നതും ഉത്കൃഷ്ടവാതകങ്ങളാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം കാണപ്പെടുന്നത് കൊണ്ട് അപൂർവ വാതകങ്ങൾ, റെയർ ഗ്യാസസ് എന്ന പേരിലും ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് അപൂർവ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങളാണ്. സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹീലിയം. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത് ഹീലിയമാണ്. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിയോൺ വാതകമാണ്. നിയോൺ ആണ് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബുകളിലെ ഫിലമെൻറ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി ഉപയോഗിക്കുന്നതാണ് ആർഗൺ. വൈദ്യുത ബൾബുകളിലെ ഫിലമെൻറ്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആർഗൺ. റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ് റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റെഡോൺ ആണ്. റേഡിയോ ആക്ടിവിറ്റി ഉള്ള വാതകമാണ് റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റെഡോൺ. സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നവയുടെ പ്രത്യേകത അവ ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പുകളിലും പിരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതയാണ് ലോഹങ്ങളാണ്, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പുകളിലും പിരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ആറാമത്തെ പീരീഡിലുള്ള 57 മുതൽ 71 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങളെയും ഏഴാമത്തെ പീരീഡിലുള്ള 89 മുതൽ 103 വരെയുള്ള അറ്റോമിക നമ്പറുള്ള മൂലകങ്ങളെയും സെപ്പറേറ്റ് എടുത്ത് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. ഇവ രണ്ടിനെയും ചേർത്ത് പറയുന്നതാണ് അന്തഃസംക്രമണ മൂലകങ്ങൾ, ഇന്നർ ട്രാൻസിഷണൽ എലമെൻറ്റ്സ്. ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ് അന്തഃസംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ലന്താനം മുതൽ ലൂട്ടേഷ്യൻ വരെയാണ് ലാന്തനോയിഡുകൾ. ലന്താനം മുതൽ ലൂട്ടേഷ്യൻ വരെയുള്ളതാണ് ലാന്തനോയിഡുകൾ. ആക്ടീനിയം മുതൽ ലോറൻഷ്യൻ വരെയുള്ളതാണ് ആക്റ്റിനോയിഡുകൾ. ആക്ടീനിയം മുതൽ ലോറൻഷ്യൻ വരെയുള്ളതാണ് ആക്റ്റിനോയിഡുകൾ. അതായത് 89 മുതൽ 103 വരെയുള്ളത്. ലാന്തനൈഡുകളിൽ ഉൾപ്പെടുന്നത് 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ്. ലാന്തനോയിഡുകളാണ് റെയർ എർത്ത് എന്ന് അറിയപ്പെടുന്നത്. റെയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. ആക്റ്റിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ളവ മനുഷ്യനിർമ്മിതമായവയാണ്. ആക്റ്റിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരും. ഒരു ഗ്രൂപ്പിലെ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. എന്നാൽ പീരിയോഡിക് ടേബിളിലെ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. അതുകൊണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞാണ് വരുന്നത്. പീരിയോഡിക് ടേബിളിലെ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ചാർജ് കൂടുമ്പോൾ ആകർഷണ ബലം കൂടും. അതുകൊണ്ട് അതിൻ്റെ വലിപ്പം കുറഞ്ഞാണ് വരുന്നത്. ആറ്റത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ആറ്റോമിക ആരം, ആറ്റോമിക് റേഡിയസ്. ആറ്റത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ആറ്റോമിക ആരം. ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റോമിക ആരം എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റോമിക ആരം. ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആരം കൂടും. ചാർജുള്ള ആറ്റങ്ങളാണ് അയോണുകൾ എന്ന് പറയുന്നത്. ചാർജുള്ള ആറ്റങ്ങളാണ് അയോണുകൾ. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണിക ഊർജ്ജം എന്ന് പറയുന്നത്. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജത്തെയാണ് അയോണിക ഊർജ്ജം എന്ന് പറയുന്നത്. അയോണിക ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ന്യൂക്ലിയസ് ചാർജിനെയും ആറ്റത്തിൻ്റെ വലിപ്പത്തിനെയുമാണ്. അയോണിക ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ ചാർജിനെയും ആറ്റത്തിൻ്റെ വലിപ്പത്തെയുമാണ്.
ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്ന സമയത്ത് അയോണീകരണ ഊർജം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നത് കൊണ്ട് അയോണീകരണ ഊർജം കുറയുന്നു. അതിനനുസരിച്ച് പോസിറ്റീവ് അയോണുകൾ ഉണ്ടാകാനുള്ള പ്രവണത കൂടുന്നു. ഒരു പിരീഡിൽ ഇടത് നിന്ന് വലത്തേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നത് കൊണ്ട് അയോണീകരണ ഊർജം കൂടുതലായിരിക്കും. പോസിറ്റീവ് അയോൺ ഉണ്ടാക്കാനുള്ള പ്രവണത അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഒരു പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞാണ് വരുന്നത്. വലിപ്പം കുറയുമ്പോൾ ഊർജം കൂടുന്നു, അയോണീകരണ ഊർജം കൂടുന്നു. അയോണീകരണ ഊർജം കൂടുന്ന സമയത്ത് പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കുറയുന്നു. ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് അയോണുകളായി മാറുന്നത് കൊണ്ട് ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്നും വിളിക്കും. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങളെന്ന് വിളിക്കുന്നു. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ്, അലോഹങ്ങൾ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങളാണ്. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് അയോണുകളായി മാറുന്നത് കൊണ്ട് അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങളെന്ന് വിളിക്കുന്നു. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ് എന്ന് പറയുന്നത്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡുകൾ. ഉപലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സിലിക്കൺ, ആഴ്സനിക്, ജർമേനിയം, ആൻറ്റിമണി, ടെലൂറിയം. സിലിക്കൺ, ആഴ്സനിക്, ജർമേനിയം, ആൻറ്റിമണി, ടെലൂറിയം തുടങ്ങിയവ ഉപലോഹങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ലെസൺ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്